സജ്ന, രാഹുൽ മാങ്കടത്തിനോട് 5 ചോദ്യങ്ങൾ സജ്ജന ചോദിച്ചിരുന്നു. നേതൃത്വത്തോട് ഇക്കാര്യത്തിൽ ചില ചോദ്യങ്ങൾ സജ്ജന ചോദിച്ചിരുന്നു. അതിന് കൃത്യമായ മറുപടി ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ അതിജീവിത പരാതി നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് നേരിട്ട്. അതിനുശേഷം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികരിച്ചത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ്. സസ്പെൻഷൻ എന്നൊരു നടപടി എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അയാൾ പാർട്ടിയിലില്ല എന്ന സാങ്കേതികത്വം പറയുന്നു. പാർട്ടിയിലില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തുടരുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നേതൃത്വം വഹിക്കുന്നു. പ്രചാരണങ്ങളിൽ മാത്രമല്ല, ചിലയിടത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ പോലും അയാൾക്ക് അവിടെ റോൾ ഉണ്ടായിരുന്നു. ആ പ്രഖ്യാപനത്തിലും അയാൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പാർട്ടിയിൽ നിന്നുകൊണ്ട് സജ്ന എങ്ങനെയാണ് ഇക്കാര്യത്തിൽ നീതി പ്രതീക്ഷിക്കുന്നത്? പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇനി എന്ത് നടപടിയാണ് സജ്ന ആഗ്രഹിക്കുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഒരു പരാതിക്കാരി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, ഇത്രയും നാൾ ഉന്നയിച്ചു കൊണ്ടിരുന്ന ഒരു ന്യായീകരണം ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരാതി എന്തായാലും വന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടി പാർട്ടിയുടെ ഭാഗത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏതൊരു കോൺഗ്രസ്സുകാരനെ പോലും ഞാനും പ്രതീക്ഷിക്കുന്നത്. പിന്നീട് അങ്ങോട്ടേക്കുള്ള പരാതിയുടെ പോക്കനുസരിച്ച് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി കൈക്കൊള്ളും. എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ അദ്ദേഹത്തെ പുറത്താക്കി പാർട്ടി പടിയടച്ച് പിണ്ടം വെക്കുക എന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ തന്നെ അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് എന്നേക്കുമായി പടിയടച്ച് പിണ്ടം വെച്ചുകൊണ്ട് ഒരു ശുദ്ധീകലശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ നടത്തിയാൽ ഈ പാർട്ടിയുടെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്കും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്നും ഈ പാർട്ടിക്ക് ഉടനെ തന്നെ കരകയറാൻ കഴിയും. ഇതിനുള്ള ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള പുറത്തു നിർത്തലാണ് ഏറ്റവും വേണ്ടുന്ന, ഈ അന്തിമമായി ഈ ഏറ്റവും ഇത്ര നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ വേണ്ടുന്ന ഒരു നടപടി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഞാൻ AICCക്ക് നൽകിയ പരാതിയിലും സൂചിപ്പിച്ചിരുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. പറഞ്ഞിരുന്ന, ഈ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത് പോലെ അദ്ദേഹം ഇത്രയും നാൾ ഒരു പരാതി ഇല്ല എന്നുള്ള ന്യായീകരണത്തിന് പുറമെ അദ്ദേഹം ഭരണഘടനാപരമായി അദ്ദേഹം ഒരു കുറ്റം ചെയ്തിട്ടില്ല, അത്തരത്തിലുള്ള രീതിയിൽ ആയിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. താൻ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട് അതെ കേസില്ല, പരാതിയില്ല എന്നുള്ളതും പോയി അദ്ദേഹം തികച്ചും ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട് ഗർവോടുകൂടി നടക്കുന്ന ഒരു രീതിയായിരുന്നു ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. ഭരണഘടനാപരമായി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസത്തിലായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഈ പരാതി പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് കൈമാറിയതിനു ശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു 4 വരി കുറിക്കുകയുണ്ടായി, അദ്ദേഹം നിയമപരമായി തന്നെ നേരിടുമെന്നുള്ളത്. ഇത്രയും ഈ ഒരു വിഷയം രൂക്ഷമായി പോകാതിരിക്കാൻ ഈ ഒരു 4 വരി അദ്ദേഹം ഈ 3 മാസങ്ങൾക്ക് മുൻപ് ഈ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇത് നിഷേധിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിയമപരമായി തന്നെ നേരിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഞാനടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തന്നെ പ്രവർത്തിച്ച് ഏതറ്റം വരെയും പോയി അദ്ദേഹത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, പരാതിക്കാരി വന്നിരിക്കുകയാണ്. ഈ പരാതിക്കാരി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഈ ഒരു വിഷയത്തെ പറ്റി അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. അതുവരെ പാർട്ടി അച്ചടക്ക നടപടി നേരിടുന്ന ഒരു സമയത്ത് പോലും പാർട്ടിയുടെ നടപടിയെ അവഹേളിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ നാളുകളിലെ പ്രവർത്തനങ്ങൾ. പാർട്ടിയുടെ പരിപാടികളിൽ അനൗദ്യോഗികമായി കടന്നു ചെല്ലുക, തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ പലയിടങ്ങളിലായി അദ്ദേഹത്തിൻ്റെ കരങ്ങൾ അദ്ദേഹം വലിച്ചിഴയ്ക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്തത് കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ തീരുമാനത്തെ അദ്ദേഹം അവഹേളിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകനായി പോലും തുടരാൻ അദ്ദേഹത്തിന് യോഗ്യനല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ പാർട്ടി നൽകിയ ഒരു അച്ചടക്ക നടപടിയെ അദ്ദേഹം സ്വാഗതം ചെയ്തുകൊണ്ട് പൊതുപരിപാടികൾ, മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് മാറി നിൽക്കേണ്ടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുപ്പിന്റെ സമയം വന്നപ്പോൾ ഇപ്പോൾ ചാനലിൽ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ
ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യങ്ങളിലും പ്രചരണ പരിപാടികളിലും ഉൾപ്പെടെ കോൺഗ്രസിന് വേണ്ടി ഇറങ്ങുകയും പക്ഷേ രണ്ട് കാര്യം നടന്നു പോകാൻ കഴിവുള്ള കാലത്തോളം കോൺഗ്രസിന് പ്രവർത്തിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അക്കാര്യത്തിൽ ഒരു പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് പിന്തുണയുണ്ടായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? പാലക്കാട് ഇപ്പോൾ നോക്കൂ, കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാന റോള് ഇയാൾക്കായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. മാത്രമല്ല ഈ പാർട്ടി ഭരിക്കുന്ന സഹകരണ സ്ഥാപനത്തിന്റെ ഓഫീസിലിരുന്നിട്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സസ്പെൻഷനിലാണെങ്കിലും പ്രചാരണത്തിൽ പങ്കെടുക്കാം എന്ന് VK ശ്രീകണ്ഠൻ അടക്കമുള്ള ചില നേതാക്കൾ അവിടെ പരസ്യമായി പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പാർട്ടിയിലെ സ്ത്രീ ശബ്ദത്തോട്, സ്ത്രീകളുടെ നിലപാടുകളോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ട് പാർട്ടിയിലെ നേതൃത്വം? വരാം രാഹുൽ. ഈ പാർട്ടി എന്നും സ്ത്രീപക്ഷ നിലപാടുകൾക്കൊപ്പമാണ് എന്നുള്ളതിനുള്ള തെളിവാണ് 3 മാസങ്ങൾക്ക് മുൻപേ അദ്ദേഹത്തിന് നേരെ എടുത്ത ആ ഒരു സസ്പെൻഷൻ എന്നുള്ള ഒരു നടപടി. മറ്റൊരു പാർട്ടികളെ പോലെ മാറി നിൽക്കാതെ, അല്ലെങ്കിൽ ആ ഒരു ആരോപിതനായ മനുഷ്യനെ ചേർത്ത് നിർത്താതെ അദ്ദേഹത്തിന് മാതൃകാപരമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർട്ടി എടുത്ത നടപടി വളരെ ആ ഒരു ഘട്ടത്തിൽ വളരെ അനിവാര്യമായിരുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നു എന്ന് ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല. ഈ പാർട്ടിയുടെ കാര്യത്തിൽ ഇന്നലെ തന്നെ കെ സി വേണുഗോപാൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ഒരു സ്ഥാനവുമില്ല എന്നുള്ളത് വ്യക്തമായി അടിവരയിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. ഈ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സ്ഥാനവുമില്ല എന്നുള്ളത്. അപ്പോൾ ഈ സ്ഥാനമില്ലാത്ത ഒരാൾ ആർക്കു വേണ്ടി വേണമെങ്കിലും അദ്ദേഹത്തിന് പ്രചരണത്തിന് ഇറങ്ങാം, അത് സ്വാഭാവികമാണ്, ഓക്കെ, അത് സമ്മതിക്കുന്നു. പക്ഷേ ഈ ഒരു അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെതായ ഈ ഒരു അച്ചടക്ക നടപടിയുടേതായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കേണ്ടിയിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. സജനയോടൊരു കാര്യമാണ്, സജന ഈ പറഞ്ഞ വിമർശനം വളരെ ശരിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പ്രതികരിക്കേണ്ടതായിരുന്നു. ഇന്ന് ഫേസ്ബുക്കിൽ എഴുതുന്നത് പോലെ വിഷയം വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതേണ്ടതായിരുന്നു. നിങ്ങൾ കോൺഗ്രസ്സുകാർക്ക് അറിയാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ അവസരത്തിൽ എന്നോട് സംസാരിക്കുകയും അദ്ദേഹം ഏറ്റവും ജീവിതത്തിൽ അപകടകരമായ അവസ്ഥയിലും വിഷാദത്തിലൂടെയും കടന്നു പോവുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്നേ പ്രതികരിക്കണമെന്ന്. എനിക്ക് രാഹുലുമായിട്ട് യാതൊരു സൗഹൃദമില്ല കേട്ടോ, ഞാൻ രാഹുൽ എതിർപക്ഷത്ത് നിൽക്കുന്നവരാണ്. പക്ഷേ മാന്യതയുടെയും മര്യാദയുടെയും പേരിൽ മാത്രമാണ്, ആ വ്യക്തിക്ക് നന്മയും സത്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നത്. സജനയുടെ വിമർശനം ഇത് രാഹുൽ കാണുന്നുണ്ടെങ്കിൽ സജന ഇപ്പം പറഞ്ഞ നേരത്തെ തന്നെ പറയണമായിരുന്നു എന്ന് പറഞ്ഞ കാര്യം ശരിയാണ്. ഇനി ഒരു കാര്യം കൂടെ, സജനയുടെ ഒറ്റ വരി കൂടെ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിച്ചോളാം. സജന, ഇപ്പോഴും ഞാൻ പറയുന്നു, ആ പെൺകുട്ടി മാരീഡ് ആണെന്നുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലാണ് പറയേണ്ടത്. പക്ഷേ പറയേണ്ടി വരുന്നത് രാഹുൽ ഈശ്വറിനാണ്. അതുകൊണ്ട് സജന ഇത്തരം കാര്യങ്ങൾ കൂടെ ദൈവത്തെ ഓർത്തൊന്ന് അന്വേഷിക്കണം. കാര്യം കോടതിയിൽ കേസ് വരുമ്പോൾ ഇതെല്ലാം വെളി വരുമല്ലോ. പിന്നീട് സജനയ്ക്ക് കുറ്റബോധം തോന്നരുത്, രാഹുൽ മാങ്കൂട്ടത്തിലെ കൊടുക്കാൻ നോക്കിയപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്ന്. ഇത് ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് വരുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയുന്നില്ല. എനിക്കും രാഹുലിനോട് വിമർശനമുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഈസിയായി മനസ്സിലാകും. ഇല്ലെങ്കിൽ പിന്നീട് ഒരു കാലത്ത് സജന പറയും, അയ്യോ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്യായിരുന്നു, ഇതൊക്കെ ആയിരുന്നോ സത്യമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന്. അപ്പൊ ഈ സത്യങ്ങൾ ദയവായി അന്വേഷിക്കണമെന്ന് താഴ്മയായി സജനയോട് അഭ്യർത്ഥിക്കുന്നു. രാഹുൽ ഈശ്വർ, നമുക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന പരാതിയിലെ മുഴുവൻ കണ്ടന്റ് എന്താണെന്ന് നമുക്കറിയില്ല. പുറത്തേക്ക് വന്ന ശബ്ദരേഖയുണ്ട്, ഫോൺ കോളുകളുണ്ട്, ഫോട്ടോകളുണ്ടെന്ന് പറയുന്നു. അതിലപ്പുറമുള്ള തെളിവുകൾ എന്താണ് പരാതി എന്ന് പൂർണ്ണമായി അങ്ങേക്കറിയാമോ? അല്ല, അതിവിടെ വിഷയമേ അല്ല. സജന മറുപടി പറഞ്ഞോളൂ. സജന, ഇതിൽ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യത്തിൽ രാഹുൽ ഈശ്വർ വളരെ നല്ല രീതിയിൽ തന്നെ രാഹുലിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു. ഞാൻ ആ കാര്യത്തെ എന്തുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. കാര്യം, ഒരു കോൺഗ്രസ്സുകാരനായിരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്രയും നല്ല രീതിയിൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. മറ്റൊരു കാര്യം, അദ്ദേഹം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ കടുത്ത വിഷാദത്തിലൂടെയാണ് കടന്നു പോയിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വൈകാരികമായി അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചു. താങ്കൾ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ പരാതി നൽകിയില്ല എന്ന് പറഞ്ഞിട്ടും ഇത്രയും നാൾ ഈ ഒരു പെൺകുട്ടിയെ ഇപ്പോഴും താങ്കൾ മോശമായി തന്നെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്? ഈ ഇത്രയും അനുഭവിച്ച ഈ ഒരു പെൺകുട്ടി, ആ കുട്ടി അനുഭവിച്ച മാനസിക സമ്മർദ്ദം എന്താണെന്ന്, ശാരീരികമായും മാനസികമായും ആ കുട്ടി അനുഭവിച്ച ബുദ്ധിമുട്ട് എന്താണ് എന്ന് താങ്കൾ എന്തുകൊണ്ട് ചിന്തിച്ചു നോക്കിയിട്ടില്ല? രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷത്തു നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി ക്ഷമിക്കണം, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അത് താങ്കൾക്ക് മാത്രം അറിവുള്ള കാര്യമല്ലേ? ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അത് താങ്കൾക്കും രാഹുലിനും മാത്രം അറിവുള്ള കാര്യമല്ലേ?
ആ കുട്ടി മാരീഡ് ആണ് എന്നുള്ള കാര്യം രാഹുലിന് അറിയില്ല എന്നുള്ളത് താങ്കൾക്കും രാഹുലിനും മാത്രമായി കുട്ടിയുടെ വ്യക്തിപരമായ മറ്റു കാര്യങ്ങൾ നമുക്ക് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമേ ഇല്ല. പരാതി പുറത്തേക്ക് വന്ന ശബ്ദരേഖ. ആ കുട്ടി മാരീഡ് ആണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ്. ആ കുട്ടി മാരീഡ് ആണോ ഇല്ലയോ, അത് രാഹുൽ മാങ്കൂട്ടം അറിഞ്ഞോ ഇല്ലയോ, അത് അന്വേഷണത്തിന്റെ ബാക്കിയുള്ള ഘട്ടങ്ങളിൽ വരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തെറ്റുകാരനാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിനാണ്. ഇത്രയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വിഷയം ഒരിക്കലും രൂക്ഷമായി പോകില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ എടുത്ത് ഈ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ ഈ ആരോപണം നിഷേധിച്ചുകൊണ്ടും ഈ വന്ന ശബ്ദ സന്ദേശങ്ങളും വാട്സാപ്പ് ചാറ്റുകളും ടെലിഗ്രാം ചാറ്റുകളും മെസ്സഞ്ചർ ചാറ്റുകളും എല്ലാം അദ്ദേഹം നിഷേധിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഈ ഒരു വിഷയം ഇത്രയും രൂക്ഷമായി വരികയോ ഈ പെൺകുട്ടി ഒരു മുഖ്യമന്ത്രിക്ക് പരാതിയുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയോ ചെയ്യുമായിരുന്നില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.